നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ പേര് കേൾക്കുന്നത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ ഏതാണെന്നുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നടത്തുന്ന ഒരു റിസർച്ച് ഇങ്ങനെ നടത്തുമ്പോഴാണ് ഈ ആരിഫ് ഹുസൈന്റെ പേര് കാണുന്നത്. അദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഉള്ള പ്രോട്ടീനുകളെ പറ്റിയാണ് ആ ഒരു റിസർച്ച് പേപ്പർ. അങ്ങനെയാണ് ഞാൻ ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് കാണുന്നത്. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി. അപ്പൊ മരിച്ചു പോയപ്പോൾ അദ്ദേഹം ഇട്ട ഒരു ആദരാഞ്ജലി നോട്ട്, പല ആൾക്കാരും പറയുന്നത് നവോത്ഥാന നായകന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നവോത്ഥാന നായകന്റെ ഉമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്നാണ്. അപ്പൊ എന്താണ് ഈ ആൾക്കാർ പറയുന്ന നവോത്ഥാനം? ഏത് രീതിയിലുള്ള നവോത്ഥാനമാണ് ഈ ആരിഫ് ഹുസൈൻ ചെയ്തിട്ടുള്ളത്? അത് മെഡിക്കൽ രംഗത്ത് പുള്ളി ചെയ്തിട്ടുള്ള സംഭാവനയൊക്കെയാണോ ഈ നവോത്ഥാനം എന്ന് പറയുന്നത്? അല്ല, അദ്ദേഹം വേറെ പല രീതികളിലും നവോത്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ആരിഫ് ഹുസൈനെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ ചില ആൾക്കാർ അദ്ദേഹത്തെ തെറി പറയുന്നുണ്ട്. അദ്ദേഹം ഇട്ട ആദരാഞ്ജലി ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്നുള്ള ഒരു പോസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടല്ലേ, മരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി ഒന്നും പറയരുത് എന്നുള്ള ഒരു പ്രത്യേക ശാസ്ത്രം നമ്മൾ വിശ്വസിച്ച് പോകുന്നുണ്ട്. ആ പ്രത്യേക ശാസ്ത്രം എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേക ശാസ്ത്രവും നമുക്കുണ്ട്. അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, അവരോട് ദേഷ്യം കാണിക്കുക, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന രീതിയിലല്ല ആരിഫ് ഹുസൈൻ ചിന്തിക്കുന്നത്. നമ്മുടെ എല്ലാ ചിന്താഗതിക്കും ഇതുപോലെ വ്യത്യസ്തതയുണ്ടല്ലേ. ആ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി ഒരാൾ പറയുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്ത് അവരെ കൊല്ലണമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി. എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. കേരളത്തിലുള്ള 99% ആൾക്കാരും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം വിശ്വസിക്കുന്നതല്ല, അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഭയങ്കര ശക്തിയാണ്. എന്നാൽ നമ്മൾ ചില സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ദൈവങ്ങൾക്കൊന്നും ഒരു ശക്തിയില്ലാന്ന്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഈ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ശക്തികളൊന്നുമില്ല എന്ന്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടുക്കിയിൽ നടന്ന ആ ഒരു ലാൻഡ് സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം ആൾക്കാരാണ് മരിച്ചതല്ലേ. പലതരത്തിലുള്ള പല മതവിശ്വാസത്തിലുള്ള പല ദൈവങ്ങളുടെ മക്കളായിട്ടുള്ള ആൾക്കാരാണ് ഈ ലാൻഡ് സ്ലൈഡിൽ മരിച്ചു പോയത്. അപ്പം അങ്ങനെ ഈ എല്ലാ മതങ്ങളും ഈ എന്താണ് ഒരു കോമ്പറ്റീഷൻ രീതിയിൽ ഓരോ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ദൈവങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ പറ്റി നമ്മളൊന്ന് ഒരു ഡൗട്ടോടുകൂടി കാണും. എനിക്ക് ആ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതിന് മാത്രം ശക്തിയുണ്ടോ എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ മതം പഠിപ്പിച്ച എൻ്റെ മാതാവ് റീസെൻ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ അപേക്ഷിച്ച് എൻ്റെ ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ ദൈവം കഴിഞ്ഞിട്ടേ എല്ലാ കാര്യവും ഉള്ളൂ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയണമല്ലോ. കാരണം ഞാൻ കുഞ്ഞിലേ ആയിരുന്നപ്പോൾ ഉള്ള എൻ്റെ മാതാവ് എന്ന് പറയുന്നത് വേറൊരു മാതാവാണ്. ആ മാതാവിന് ദൈവമല്ലായിരുന്നു നമ്പർ 1. ആ മാതാവിന് ആരായിരുന്നു നമ്പർ 1? മക്കളായിരുന്നു നമ്പർ 1. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, അധികം സാമ്പത്തിക ചുറ്റുവട്ടത്തിലല്ല ഞാൻ ജനിച്ചത്. പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ ചില സമയത്ത് മീൻ വാങ്ങിക്കും, മത്തി. പണ്ടത്തെ കാലത്തൊക്കെ എണ്ണം വെച്ചിട്ടാണ് മത്തികൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കിലോ കണക്കിന് കിട്ടുന്ന മത്തി ആയിരുന്നില്ല അന്ന്. ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ 6 മത്തി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 6 മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 4 പേരാണ് അന്നേരം ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ അനിയനും മമ്മിയും പിന്നെ വലിയമ്മയും. അപ്പം ഞങ്ങൾക്ക് 2 മത്തി വെച്ചിട്ട് എൻ്റെ മമ്മി തരും. ചില സമയത്ത് ആ മത്തിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, മത്തിയും ചോറും ഒക്കെ കഴിക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റാണ്. ആ മത്തിയുടെ ടേസ്റ്റ് കാരണം ഞാൻ വീണ്ടും ഒരു മത്തിയോട് കൂടി മമ്മിയോട് ചോദിക്കും. അപ്പം മമ്മിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു മത്തി എനിക്കിങ്ങനെ തരും. അപ്പം പിന്നീട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് വീണ്ടും പോയി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മത്തിയെല്ലാം കാലിക്കായിരിക്കുന്നത്. മമ്മിക്ക് മത്തിയില്ല എന്നുള്ളത്, മമ്മിക്ക് കഴിക്കാൻ വേണ്ടി മത്തിയില്ല എന്ന്. അപ്പം അങ്ങനെ അത്രയും സ്നേഹം കാണിച്ചിരുന്ന ആ ഒരു മമ്മിയാണ് ഇന്നത്തെ കാലത്ത് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവമാണ് ഏറ്റവും വലുതെന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ബളുകളാ കുറേ കാര്യങ്ങൾ പറയല്ലേ. റിയാലിറ്റി എന്താണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ അറിയണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഞാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വേറൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, മമ്മി, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, മത പുരോഹിതന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാപട്യം നിറഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ് മത ഇൻഡസ്ട്രി. പലതരത്തിലുള്ള കാപട്യങ്ങൾ നമ്മൾ മതത്തിൻ്റെ പേരിൽ കണ്ടിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ റീസെൻ്റായിട്ട് കണ്ട ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കട്ട് തിന്നുകയാണ് പുള്ളിയുടെ ജോലി. പുള്ളിക്കാരൻ പുതിയ കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണ്, ഉപദേശിയുടെ രൂപത്തിൽ പുള്ളി ഇങ്ങനെ വീടുകളിൽ വരും, എന്നിട്ട് ചില പ്രാർത്ഥനകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട്
അവരെ എല്ലാം ഒന്ന് മയക്കി കഴിഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. ഇതായിരുന്നു പുള്ളി കണ്ടുപിടിച്ച പുതിയൊരു തന്ത്രം. അങ്ങനെ കാപട്യം നിറഞ്ഞ ഒരു ലോകത്ത്, കാപട്യം നിറഞ്ഞ മതപുരോഹിതന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ലോകത്ത് പല ആൾക്കാരും അവരുടെ സ്വന്തം ലാഭങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേണ്ടിയാണ് ഈ മതങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഈ ലാഭം നഷ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുകാരെ എങ്ങനെയൊക്കെയാണ് ഈ മതത്തെ കാണുന്നത് എന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ 6 മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന മീൻ ഞങ്ങൾക്ക് തരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, മാതാവേ, ഞാൻ ഒരു സ്വപ്നം കണ്ടു, ദൈവം എന്നെ കാണിച്ചു തന്ന ഒരു സ്വപ്നം. ആ സ്വപ്നം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ സ്വപ്നം ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മീൻ വറുത്തത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ്: ഇന്ന് തൊട്ട് നിങ്ങൾ ആ മത്തി ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു കാര്യം ഈ ഒരു പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മത്തി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നതായിരുന്നു ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ച ചോദ്യം. ഈ ഒരു സാഹചര്യത്തിൽ മതത്തിൽ വിശ്വസിക്കുന്ന, മതമാണെല്ലാം എന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു മാതാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവ് എന്ത് ചെയ്യാനായിരിക്കും സാധ്യത? എൻ്റെ മമ്മി എൻ്റെ അടുത്ത് ഒരു ആൻസർ പറഞ്ഞു, അത് ഞാൻ പിന്നീട് പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് പറയാനുള്ളത്, ആരിഫ് ഹുസൈൻ എഴുതിയ ഒരു പോസ്റ്റ് വളരെ നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പോസ്റ്റാണ്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഉമ്മ അറിയാൻ ഏതാൾക്കൂട്ടത്തിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നോ എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി, അതൊന്ന് കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിലെത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തി അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്നത് മാത്രമായിരുന്നു അതിന് കാരണം. എങ്കിലും അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാമെന്നൊരു പ്രതീക്ഷ എന്നും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഇനിയും ആസ്ഥാനത്താണ്. ഉമ്മ എന്നെ വിട്ടുപോയല്ലോ. ഉമ്മയുടെ ആ ധൈര്യവും ശബ്ദവും മുഖസാദൃശ്യവും തൻ്റെ ഇടവും ബുദ്ധിയും എല്ലാം എന്നിൽ ബാക്കിയാക്കിയിട്ട് ഉമ്മ പോയി. പക്ഷെ ഉമ്മ വീടിപ്പോൾ നിശബ്ദമല്ല. ഒരിക്കൽ പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വലിയ ഒച്ചപ്പാടിലാണ്. ഉമ്മയുടെ മയ്യത്ത് വെച്ചുള്ള ലേലം വിളി പോലെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. എന്തായാലും ബാക്കി ഞാൻ വായിക്കുന്നില്ല, കാരണം ടച്ച് ചെയ്യുന്ന ഒരു നോട്ടാണിത്. നിങ്ങൾ വായിക്കുക. എനിക്ക് ഈ ഒരു നോട്ട് കണ്ടപ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾക്ക് ആ ഉമ്മയോട് വളരെ അധികം സ്നേഹമാണെന്നാണ്. അതൊരു ആണായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ആൺപിള്ളേരെ അപേക്ഷിച്ച് ആൺപിള്ളേരുടെ മനസ്സിൽ അവരുടെ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ എന്ന് പറയുന്നത് ദൈവത്തിനെക്കാട്ടിലും ഒരു ലെവലിൽ മേളിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് അവർക്ക്. അപ്പം അങ്ങനെ ദൈവത്തിനെക്കാട്ടിലും വലിയ സ്ഥാനം കൊടുക്കുന്ന അമ്മമാർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ, എൻ്റെ മമ്മിയാണ് ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള മമ്മിയുടെ ആ ഒരു വലിയൊരു വിഗ്രഹമുണ്ടല്ലോ, ആ വിഗ്രഹം പെട്ടെന്ന് ഉടഞ്ഞു താഴെ വീണേ. അതായത് എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ ഞാൻ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്നേഹം കൂടുതലും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. ദൈവം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും, അത് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോലും മടിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും ദൈവത്തിൻ്റെ പേരിൽ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു മമ്മി ആയിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു വിഗ്രഹം എന്നിൽ നിന്നും ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു വാക്ക് എനിക്ക് തരുന്ന വേദന എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യനെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഇത്രയൊക്കെ അനുഭവിച്ച ഒരു ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ, അമ്മമാരാണെന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് മക്കളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ആൺപിള്ളേരെ അപേക്ഷിച്ച് അവരുടെ ജീവിതത്തിലേക്കും ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കൂട്ടരിൽ ഒരാളാണ് അവരുടെ അമ്മമാർ. അമ്മമാർക്ക് അവർ കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒരു പ്രത്യേക സ്ഥാനമാണ്. ദൈവങ്ങളെക്കാട്ടിലും മുകളിലുള്ള ഒരു സ്ഥാനമാണ് ആൺപിള്ളേർ അമ്മമാർക്ക് കൊടുക്കുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ്റെ മാതാവിന് ആദരാഞ്ജലികൾ ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ശുഭദിനം.